ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിപ്പം 2.5 മാസമായി ചർച്ചിൽ വന്നിട്ട്. എല്ലാവരും അറിഞ്ഞു കാണും. 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അർജൻറ്റായിട്ട്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അർജൻറ്റായിട്ട് സർജറി ചെയ്യേണ്ടി കുഞ്ഞിനെ എടുത്ത്. ഇവിടെ അല്ലായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. കുഞ്ഞിന് കുറച്ച് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സിസേറിയൻ എനിക്കറിയത്തില്ലായിരുന്നു. അന്ന് തന്നെ SIT അന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ പാസ്റ്ററെ വിളിച്ച്, പാസ്റ്ററിന് കുഴപ്പമില്ല സിസ്റ്റർ. പക്ഷേ ഒരു കാര്യം, എനിക്ക് അന്ന് രാവിലെ ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ പ്രസവത്തിന് പ്രിപ്പയർഡായാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ പാസ്റ്റർ ഇന്നത്തെ ഒരു ദിവസം പാസ്റ്റർ മറന്നതാണ്. പാസ്റ്റർ അല്ലല്ലോ, ദൈവമല്ലേ അത്തിരുന്ന് പറയുന്നത്, മറന്നതാണ്. എൻ്റെ അടുത്ത് ഒരു വട്ടം പറഞ്ഞു, നീ ലോകരെ പോലല്ല നടന്നാ കയറുന്നത്, മാത്രമല്ല നീ ഒരുപാട് സ്നേഹിക്കുന്ന കുഞ്ഞായിരിക്കും. 8 മാസം വരെയും ഈ കുഞ്ഞിനെ കർത്താവ് വയറ്റിൽ കാക്കുമെന്ന്. 8 മാസം പൂർത്തിയായി 9 മാസം തുടങ്ങുന്നതിൻ്റെ അന്നാണ് ഞാൻ സ്കാനിങ്ങിന് പോകുന്നത്. അപ്പോഴെൻ്റെ മനസ്സിലുണ്ട്, പാസ്റ്റർ അങ്ങനെ ദൈവം സംസാരിച്ചല്ലോ. ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പോയ പോലെ തന്നെ അവർ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിന് ഹാർട്ട് റേറ്റിനകത്ത് വ്യത്യാസമുണ്ട്, എത്രയും പെട്ടെന്ന് SIT കൊണ്ടുപോകണം, കുഞ്ഞിന് ചിലപ്പോൾ ശ്വാസം മുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടുന്ന് തന്നെ SIT കൊണ്ടുപോയി. ഞാൻ പാസ്റ്റർത്തും കൃപ ചേച്ചിയെത്തും വിളിച്ച് അവർ പ്രാർത്ഥിച്ച്, ഞാൻ വളരെ കൂളായി ധൈര്യമായിട്ടാണ് പോകുന്നത്. പോയി അന്ന് തന്നെ അവർ എന്നെ കുറച്ച് നേരം ഒബ്സർവ് ചെയ്ത് നോക്കി. കുഞ്ഞിന് ഹാർട്ട് റേറ്റിനകത്ത് പ്രശ്നം തന്നെയാണ്. അവരന്ന് തന്നെ, അപ്പോൾ എനിക്ക് 35 ആഴ്ച തികയാൻ ഇനി 2 ദിവസം കൂടെ ഉണ്ട്. 34 ആഴ്ചയും 5 ദിവസവും ആയിട്ടുണ്ട്. അങ്ങനെ അവർ എന്നെ ലേബർ റൂമിലൊക്കെ കയറിയപ്പം എനിക്ക് ഒരുപാട് ഒത്തിരി പ്രതികൂലമായിരുന്നു. എന്നെ കയറ്റിയപ്പം അവർ പറഞ്ഞു 34 ആഴ്ച ആയാലും കൊച്ചിനെ കിട്ടാനൊക്കെ വലിയ പാടാ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ള. അപ്പം ഞാൻ എൻ്റെ ദൈവം ഇത് ഞാൻ വിചാരിച്ചപ്പോഴുള്ളതല്ല, ദൈവം ദൂത് പറഞ്ഞ കുഞ്ഞാണ്. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവം, ഞാൻ ഇങ്ങനൊരു രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ദൈവം എനിക്ക് ദൂത് പറഞ്ഞ കുഞ്ഞാണ്. അപ്പം നീ വാഗ്ദത്തം പറഞ്ഞ കുഞ്ഞാണ്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ വാക്ക് ഞാൻ കേൾക്കേണ്ട കാര്യമില്ല, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് രാത്രി ഒരു 10:30 ആയപ്പോൾ സിസേറിയൻ ചെയ്യാൻ കയറ്റി. കുഞ്ഞിനെ ഞാൻ കണ്ടില്ല, കാരണം എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തിട്ട് എനിക്ക് മരവിച്ചില്ല. അതുകൊണ്ട് എനിക്ക് അല്ലാതെ അനസ്തേഷ്യ തന്ന കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. കുഞ്ഞിനെ ഞാൻ 4ൻ്റെ അന്നാണ് കാണുന്നത്. എനിക്ക് അന്നും അറിയത്തില്ല കുഞ്ഞിന് ഇത്രയൊക്കെ കുഞ്ഞിന് നല്ല ശ്വാസം മുട്ടാണ് എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അന്ന് രാത്രി ഇങ്ങനെ സിസേറിയൻ കഴിഞ്ഞ് റൂമിലോട്ട് മാറ്റി. അന്നേരം ഞാൻ സിസേറിയൻ കയറി വരുമ്പോൾ ഞാൻ ദൈവത്തിന് ചോദിക്കുക, ദൈവമേ ഇതാണോ നീ പറഞ്ഞത്? നീ നടന്നാ പോകുന്നത്, നീ ലോകരെ പോലല്ല, ഇതൊക്കെയാണോ നീ പറഞ്ഞത്? അപ്പോഴൊന്നും ദൈവത്തിനൊന്നും മറുപടിയില്ല. ദൈവം പറഞ്ഞ ഇതൊരു മോനാകട്ടോ, ഇത് മാത്രമേ ഞാൻ ചെവി കേൾക്കുന്നുള്ളൂ. അപ്പം ഞാൻ സിസേറിയൻ കഴിഞ്ഞ് എന്നെ വെളിയിലിറക്കി. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. യൂറിൻ ബ്ലാഡറൊക്കെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു 5 ദിവസത്തേക്ക് യൂറിൻ ബ്ലാഡർ കത്തീറ്റർ ഇട്ടേക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ മാറ്റാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഭയങ്കരമായ ബ്ലീഡിങ് ആയിരുന്നു. അതുകൊണ്ട് ടെൻഷൻ അടിക്കരുത്, മോക്കൊരു മോനാണ്, കുഞ്ഞിന് കുഴപ്പം. ഞാൻ ചോദിച്ചു കുഞ്ഞെങ്ങനെയുണ്ട്? നമ്മൾ എന്നെ കാണിച്ചില്ലല്ലോ. മോക്ക് കുഞ്ഞിന് ശ്വാസതടസ്സം ചെറുതായിട്ടുണ്ടായതുകൊണ്ട് ICUലോട്ട് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിന് വേറെ അവർക്കൊരു ടെൻഷൻ അടിപ്പിക്കാൻ പോയി, കാരണം എനിക്ക് ഓവർ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ മാറ്റി. ഞാൻ രാത്രി ഒരു വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം അവിടെ ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ കുഞ്ഞുങ്ങൾ കിടന്ന്. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ കുഞ്ഞിനെ എന്തായാലും ICUലോട്ട് മാറ്റിയ കാര്യമായി, അല്ലെങ്കിൽ ഞാൻ ഈ രാത്രി കുത്തിയിരുന്ന് ഈ സിസേറിയൻ്റെ മുറിവും വെച്ചിട്ട് പാല് കൊടുക്കണ്ടേ. അത്രയ്ക്ക് ബോധമേ ഉള്ളൂ എനിക്ക്. കുഞ്ഞിന് ഇത്രയും സീരിയസ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ദിവസം 2 ദിവസം അമ്മ ഒന്നും പറയത്തില്ല, ആരും എൻ്റെ അടുത്ത്, എല്ലാവരും ഓക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ പാസ്റ്റർ വിളിച്ച് പറയും, സിസ്റ്ററെ ധൈര്യം കൈവിടരുത്, താഴോട്ട് പോവല്ലേ, ധൈര്യത്തോടെ നില്ല്, കുഞ്ഞിനൊരാപത്തും വരത്തില്ല. അങ്ങനെ 4ൻ്റെ അന്ന് ഞാൻ പറഞ്ഞു, വാശി പിടിച്ച് എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം. അപ്പോൾ ഈ കത്തീറ്ററൊക്കെ ഇട്ടുകൊണ്ട് താഴെ ICU പോകാൻ പാടാ, സിസേറിയൻ കഴിഞ്ഞാൽ നടന്നൊക്കെ പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ നടന്നോളാം, എനിക്ക് കുഞ്ഞിനെ കാണാം. അന്നാണ് എൻ്റെ അമ്മ എന്ത് പറയുന്നത്, കുഞ്ഞ് വെന്റിലേറ്ററിലാന്ന്. മറ്റേ ഞാൻ അവിടെ ചെന്നപ്പം കുഞ്ഞ് വെന്റിലേറ്ററിലല്ല, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ മാറ്റി. അവന് ശ്വാസം എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ ദിവസവും ഞാൻ തന്നെ ഡോക്ടറെ പോയി കാണുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോന്നൊക്കെ പറയും, നമുക്ക് വിഷമമാവും. ഒരു ദിവസം ഞാൻ ഓടി വന്ന് കരഞ്ഞ്
അങ്ങോട്ട് എനിക്കത് അവർ പറഞ്ഞത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. കുഞ്ഞിനെ അവർ എക്കോ എടുത്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. തലയ്ക്ക് സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ മിസ്സാവുന്നത്? നോർമലാണ്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവർ തന്നെ ENT കാണിക്കുന്നു. വേറെ 4ൻ്റെ അന്നോട്ട് 6ൻ്റെ അന്നോട്ട് മോൻ ഫീഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ ബ്രസ്റ്റ് മിൽക്ക് അവിടെ പോയി ഫീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫീഡ് ചെയ്യുന്നു, അവൻ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഫീഡ് എടുക്കുന്ന സമയത്ത് ഓക്സിജൻ ലെവൽ കുറയുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. എനിക്ക് എന്താ പറയുന്നത്, മൂത്ത കൊച്ച് ഇവിടെ ഇപ്പം പ്രസവിച്ച കുഞ്ഞ് ICUയിൽ. എനിക്ക് ആകെ ഡിപ്രഷനായിപ്പോയി. ആകെ ഞാനെല്ലാം മാനസികത തെറ്റിയ അവസ്ഥയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പാസ്റ്ററെ വിളിച്ച്, പാസ്റ്റർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, സിസ്റ്റർ ICU ചെല്ലുമ്പം കുറച്ച് എണ്ണ, ഞാൻ പറഞ്ഞ എണ്ണ അവിടെ അല്ല, ഒരു വെള്ളം പോലും കയറ്റത്തില്ല. ഞാൻ ആകെ ഒരു വഴി എന്ന് പറയുന്നത് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്താൽ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്ന കുഞ്ഞിന് അവർ കൊടുക്കും അത്. അപ്പം ഞാൻ പറഞ്ഞ് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ, അപ്പം അത് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ ഞാൻ അത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മ കൃപ ചേച്ചിയെ വിളിച്ചു. അങ്ങനെ കൃപ ചേച്ചി അപ്പം തന്നെ പാസ്റ്ററെ കൊടുത്ത് അന്ന് പ്രാർത്ഥിച്ച്. അന്ന് തൊട്ടാണ് കുഞ്ഞിന് വലിയ ചേഞ്ച് വരാൻ തുടങ്ങിയത്. അങ്ങനെ അത് പ്രാർത്ഥിച്ച്, സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള അവരുടെയൊക്കെ മക്കൾ ഇപ്പോഴും അവിടെ അഡ്മിറ്റാണ്. ഡിസ്ചാർജൊന്നും പലരും ആയിട്ടില്ല. ഞാൻ 10ൻ്റെ അന്ന് കുഞ്ഞിനെ എനിക്ക് ICUയിൽ നിന്ന് കയ്യിൽ തന്നു. 11ൻ്റെ അന്ന് വാർഡിലോട്ട് വിട്ട് 13ൻ്റെ അന്ന് ഡിസ്ചാർജ് എഴുതി. കുഞ്ഞിന് വേറെ ഓക്സിജൻ സാച്ചുറേഷനൊക്കെ ഓക്കെയാണ്. കുഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് വലിച്ചു കുടിക്കുന്നത്. മാത്രമല്ല അവന് പ്രസവിച്ചപ്പോൾ 2770 അത് 2-3 ദിവസം ഫീഡൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് കുറഞ്ഞ് 2400 ആയി. എല്ലാ ദിവസവും എല്ലാ കുഞ്ഞുങ്ങളും 30 ഗ്രാം വെച്ച് കൂടും. അപ്പോൾ ഇവന് 60 ഗ്രാം വെച്ച് കൂടി. അങ്ങനെ 2 ദിവസം കൊണ്ട് ഡിസ്ചാർജായി. വീട്ടിൽ വന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വന്നതിനേക്കാൾ ഇരട്ടി വെയിറ്റായി. അവന് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. അവൻ ഓക്കെ എന്നല്ല പറയേണ്ടത്, അവൻ ഡബിൾ ഓക്കെ ആയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രശ്നമില്ല. ഇപ്പം അവൻ മിടുക്കനായൊരു മോനായി. അവനെ ഗോഡ്സൺ എന്ന പേരിട്ട് ഞങ്ങൾ. ആമേൻ, 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 ആമേൻ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എത്ര പേരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? കർത്താവേ, ഈ മകൾ കടന്നുപോയ ക്ഷീണത്തിൽ, വേദനയിൽ, വിഷമത്തിൻ്റെ നടുവിൽ അങ്ങാണ് ആശ്വാസദായകനായത്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വിഷയത്തിനകത്തും അങ്ങ് മറുപടി പറയുന്ന ദൈവമാണ്.